ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മൾ ഓണ റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഫസ്റ്റ് ഓണ റെസിപ്പി എന്ന് പറഞ്ഞാൽ മാങ്ങാച്ചാറാണ്. അപ്പോൾ കൂടുതൽ ഓണ റെസിപ്പീസിനായിട്ട് ഓണം വിഭവങ്ങൾക്കായിട്ട് കൂടെ കുടിക്കും. മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അതിനായിട്ട് 3 മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് കഴുകി വെള്ളം മാറ്റി വെക്കണേ. വെള്ളം ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൂത്തു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്ത് വെച്ച മാങ്ങയിലേക്ക് നന്നായിട്ട് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അത് 2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ കഷ്ണത്തിലേക്കൊക്കെ ഉപ്പ് പിടിക്കത്തുള്ളേ. ആ സമയം കൊണ്ടൊരു പാത്രം ചൂടായി അതിലേക്ക് നല്ലെണ്ണ ആഡ് ചെയ്യണേ. നല്ലെണ്ണ ആഡ് ചെയ്യുമ്പോൾ നല്ലെണ്ണ എന്ത് ചെയ്യണം, ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുക്, കറിവേപ്പില, ഉലുവ ഇത്ര ആഡ് ചെയ്യണം. ചിലയിടത്ത് ഉലുവ പൊടി ഉപയോഗിക്കാറുണ്ട്. ഞാൻ അച്ചാറുകൾക്ക് ഒരു ഉലുവ പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയൊന്ന് പൊട്ടിയ സമയം കൊണ്ടിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അതൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കിനാണ് നമ്മൾ പൊടികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇതിലേക്ക് കരിഞ്ഞു പോകാൻ പൊടി ഇടുന്നതിന് മുമ്പായിട്ട് നമ്മളിത് വഴറ്റുന്ന സമയത്ത് ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണേ. പച്ചമുളകൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കരിഞ്ഞു പോയാൽ അച്ചാറിനൊരു കരിഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഒരു ബ്രൗൺ കളറായി നമ്മൾ അടുക്ക തന്നെ നിൽക്കണം, ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. അപ്പം അച്ചാർ ഉണ്ടാക്കുന്നൊരു ടാസ്ക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണേ. ആ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കിന് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് നമ്മൾ കഷ്ണത്തിൽ ചേർത്തേക്കുന്ന ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കായപ്പൊടി ഇത്രയും കൂടി വേണം അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതും ഒന്ന് മൂത്ത് വരുന്ന സ്മെല്ല് വരും. അതും കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയാൽ ഒരു കരിഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അച്ചാർ ഫ്ലോപ്പായി പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ വിനാഗിരി ഇതിലേക്ക് ആഡ് ചെയ്യുവേ. വിനാഗിരി ആഡ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഷ്ണം, അതായത് അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യും. മാങ്ങ ആഡ് ചെയ്യാതെ നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ആ ഉപ്പിൽ നിന്ന് പച്ചമാങ്ങയിൽ നിന്ന് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പച്ചമാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അല്ലാതെ അഡീഷണൽ വെള്ളമൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അച്ചാറിനല്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കുക. ഇത് ഇളക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചോണം, നമ്മളിത് കഷ്ണം വെന്ത് പോകാൻ പാടില്ല. എന്നാലേ മാങ്ങ അച്ചാറിൻ്റെ കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കഷ്ണം വെന്ത് പോകാൻ പാടില്ല, ഇളക്കിക്കൊണ്ടിരിക്കണം. അതായത് ഈ ഇളക്കുന്നതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ അരപ്പ്, അതായത് ഈ മുളക് പൊടിയുടെ എല്ലാം ഒരു ഇത് മാങ്ങയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അല്ലാതെ അതിൽ വെന്ത് പോവല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടെ, നമ്മൾ അധിക സമയം അലൂമിനിയം പാത്രത്തിൽ അച്ചാറുകളൊന്നും തന്നെ വെക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.